ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈദ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളാണ് കേട്ടോ ഗൈസ്. കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഞാൻ എണീച്ചു. അങ്ങനെ എണീച്ച് ജസ്റ്റ് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി സെറ്റ് ആയതിന് ശേഷം ഒരു 11 മണി വരെ ഒന്ന് ഫോണിൽ കളിച്ചു. പിന്നെ പോയി പല്ല് തേച്ചു. അതേപോലെ തന്നെ എൻ്റെ രാവിലത്തെ എല്ലാ ദിവസത്തെയും ഒരു ഭാഗമാണ് ഈ ഡ്രിങ്ക്. അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു 11:05 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ചൂടുണ്ട്, പതുക്കെ കുടിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു 11:15 ആയപ്പോഴാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പത്തിരിയും ഇറച്ചിക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന പെരുന്നാളിൻ്റെ അന്ന്. രാവിലത്തെ ഭക്ഷണമാണ് ഇറച്ചിക്കറിയും അതേപോലെ തന്നെ പത്തിരിയും. കിഡിലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു, കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് നേരം മൈലാഞ്ചി ഇടാം. ഞാൻ ഇപ്പുറത്തെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പുറത്തെ കയ്യിൽ മാത്രം മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ ഞാൻ അപ്പോൾ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെലോ ടേപ്പ് നമ്മൾ ഇതുപോലെ ചുറ്റിയതിന് ശേഷമാണ് മുക്കിയെടുക്കുന്നത്. ഇതെൻ്റെ ഒരു പുതിയ ടെക്നോളജിയാണ്. എൻ്റെ ടെക്നോളജി എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മുടെ മാസ്കിൻ ടേപ്പ് ഉണ്ടല്ലോ, അത് ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്ത് ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും ഹെൽപ്പില്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് മെഹന്തി ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. കറക്റ്റ് ആ ഒരു സർക്കിളിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുത്തു. എനിക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതാണ് ഇഷ്ടം. ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് പോകില്ല, കുറച്ച് പതുക്കെ പോകുന്നുള്ളൂ. അപ്പോൾ മൈലാഞ്ചി ഇട്ടപ്പോഴത്തേനും 12:15 ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മൈലാഞ്ചി ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ മൈലാഞ്ചി ഒക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ കയ്യിലും കൂടി ഇടണം, ബാക്കിലും കൂടി ഇതുപോലെ അപ്പിട്ട് കൊടുക്കണം. ഈ സെയിം ടെക്നോളജിയെ യൂസ് ചെയ്തിട്ട് സമയം ഒരു 1:10 ആയപ്പോഴാണെങ്കിൽ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യലായിട്ടൊരു അടിപൊളിയായിട്ടുള്ള മാംഗോ ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ് മാംഗോ ഷേക്ക്. പിന്നെ അതൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇന്ന് റീൽ എടുക്കാനുള്ളത്. അങ്ങനെ അതൊക്കെ പഠിച്ചതിന് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണെങ്കിൽ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഇന്ന് പെരുന്നാളിൻ്റെ ഉച്ചക്കലത്തെ സ്പെഷ്യലാണ് ഇറച്ചിച്ചോറും പപ്പടവും ഇറച്ചിച്ചോറും അതേപോലെ തന്നെ അച്ചാറും ആയിരുന്നു. അങ്ങനെ ഒരു 3:30 ആയപ്പോൾ തന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണെങ്കിൽ നമ്മുടെ തലയിൽ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, ഹെയർ മാസ്ക് ആണ്. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം ഒരു 4:15 ആയപ്പോഴാണെങ്കിൽ സോയിൽ ക്ലേയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എനിക്കൊന്ന് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെയിലത്ത് വെച്ചതൊക്കെ ഒന്ന് ഉടച്ചെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 8 കണ്ടെയ്നറിലൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേനും സമയം 5 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മണിയായപ്പോൾ വേഗം പോയി കുളിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം ഈദിൻ്റെ. പിന്നെ ലുങ്കി ഡാൻസിൻ്റെ ഒരു ഡാൻസൊക്കെ എടുക്കാനുണ്ട് കേട്ടോ ഗൈസ്, റീൽസ്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമം കൊണ്ട് നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പോഴാണെങ്കിൽ എൻ്റെ വീട്ടിൽ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാണ് എൻ്റെ കസിൻസ്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ സിസ്റ്ററാണ്, കസിൻ സിസ്റ്റർ. ഇത് കസിൻ ബ്രദറാണ്. അവർ വന്നപ്പോൾ ലേസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവസാനം കുറേ നേരത്തെ റീൽസ് എടുക്കലിനൊക്കെ ശേഷം ഞങ്ങൾ ഒരുമിച്ച് ലേസൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകുകയാണ്. ഫുഡ് കഴിക്കാനായിട്ടാണ് പുറത്ത് പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ജിബിനാസ് കഫേയിലാണ് നമ്മൾ പോകാനായിട്ട് വിചാരിച്ചേക്കുന്നത്. ഇവിടെ മുതലാണ് നമുക്ക് എല്ലാം കറക്റ്റായി വന്നത്. ഇനിയാണ് ഞങ്ങളുടെ 8ൻ്റെ പണി കിട്ടാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് പെരുന്നാൾ ദിവസമാണ്. ജിബിനാസ് കഫേ നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോകുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. കട തുറന്നിട്ടില്ല, വെറുതെ ചമ്മി നാറിപ്പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ വളച്ച് നേരെ അങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ വിചാരിച്ച് സുൽത്താൻ വീട്ടിൽ കയറാമെന്ന്. അങ്ങനെ അവിടെ കയറിയപ്പോഴാണെങ്കിൽ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്, ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് മുകളിലായിരുന്നു. നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ആ ഒരു വെയിറ്റർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങളൊന്നുമില്ല, ആ സാധനങ്ങളൊക്കെ ആ കടയിലുണ്ട്, പക്ഷെ അവർക്ക് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള മടി കൊണ്ട് അവർ ഇല്ല എന്ന് പറയായിരുന്നു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഇറങ്ങിപ്പോന്നു ഫുഡൊന്നും കഴിക്കാണ്ട്. അങ്ങനെ നമ്മൾ പാതിരാക്കോഴിയിൽ ക്യൂ നിന്നിട്ടായാലും നമ്മളൊരു കിഡിലൻ സ്പോട്ട് കണ്ടുപിടിച്ചു. സീറ്റൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമം കൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പാതിരാക്കോഴി ആലുവയിലാണ്. അങ്ങനെ ആദ്യം തന്നെ ലൈം ജ്യൂസ് കുടിച്ചു. അതേപോലെ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ മസാല ഷവായ കിഡിലൻ, അതേപോലെ തന്നെ പൊറോട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, കിഡിലൻ ഫുഡായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ 3 പുഡിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാംഗോ പുഡിങ്ങും അതേപോലെ തന്നെ ബട്ടർ സ്കോച്ച്, ടെൻഡർ കോക്കനട്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ടെൻഡർ കോക്കനട്ടും അതേപോലെ തന്നെ ബട്ടർ സ്കോച്ചാണ്. എന്നാലും മറ്റേതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വണ്ടിയിലിരുന്ന് തിന്നു. അങ്ങനെ അവിടെ നിന്ന് പോയി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിലി മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ നമ്മൾ ഹെയറൊക്കെ ഒന്ന് മര്യാദ സെറ്റ് ചെയ്തു. അതിനുശേഷം മുഖമൊക്കെ വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ 12:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, പോയി കിടന്നുറങ്ങാൻ പോകുകയാണ്. അപ്പോൾ ബൈ ബൈ.